അപ്പൊ ഈ മനസ്സുള്ളവനൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് MLA മന്ത്രിയാകുന്നെങ്കിൽ ഈ നാടിന്റെ ഗതി എന്താ? ഈ പിണറായി വിജയൻ വന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഈ എങ്ങനെ നാട് രക്ഷപ്പെടും? ഇവരൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം സഹോദരപ്പുറം കണക്കാക്കേണ്ട കുഞ്ഞ് അതിന് 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഇവനൊക്കെ എന്നതാ ചെയ്യുന്നത്? ഇവന്റെ കുടുംബമേ തകർന്നു പോണമെന്നല്ലേ ഇപ്പം ഇടിവെട്ടി പോണം ഇവനെയൊക്കെ. ശ്രീ PC ജോർജ്, കേരളത്തിൽ നടക്കിയ ഒരു മരണ വാർത്തയാണ് ഈ ഒരാഴ്ചയായിട്ട് എല്ലാ മാധ്യമങ്ങളും പത്രം ചർച്ചയാണ്. സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥിയെ വയനാട് കോളേജിൽ വെച്ച് SFIയിൽ പ്രാബാലികമാരെന്ന് ഞാൻ തന്നെ പറയാണ് ചവിട്ടി ഞെരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ ഷൂ ഇട്ട് തൊടൽമാല ചവിട്ടി ഞെരിച്ചു. 3 ദിവസം വെള്ളം കൊടുത്തിട്ടില്ല. സത്യത്തിൽ ആ വാർത്ത വായിച്ചിട്ട് പൊട്ടിക്കരയാതിരിക്കാൻ മനസാക്ഷിയുള്ളവന് കഴിയില്ല. എന്റെ ഒരു ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, ഇത് കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. വെറ്ററിനറി കോളേജ് പഠിക്കുന്ന കൊച്ചിനിട്ടാണ് അതിന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള SFIക്കാർ പിള്ളേർ കയറി പണി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മനസ്സുള്ളവനൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് MLA മന്ത്രിയാകുന്നെങ്കിൽ ഈ നാടിന്റെ ഗതി എന്താ? ഈ പിണറായി വിജയൻ വന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഈ എങ്ങനെ നാട് രക്ഷപ്പെടും? ഇവരൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ സ്വന്തം സഹോദരപ്പുറം കണക്കാക്കേണ്ട കുഞ്ഞ് അതിന് 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഇവനൊക്കെ എന്നതാ ചെയ്യുന്നത്? ഇവന്റെ കുടുംബമേ തകർന്നു പോണമെന്നല്ലേ ഇപ്പം ഇടിവെട്ടി പോണം ഇവനെയൊക്കെ. ഒരു സഹായം അവന് ചെയ്യാൻ പാടില്ല. ആ മരിച്ച കൊച്ചന്റെ വീടിന് മുന്നേ കൊണ്ട് DYFIയുടെ ബോർഡ് വെച്ചിരിക്കുന്നു പറഞ്ഞു. ആ വെച്ചവന്റെ കൈ വെട്ടിക്കളയാൻ പറ്റുമെന്ന് നോക്കണം എന്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? എന്തൊരു ക്രൂരത ഇതൊക്കെ. മറ്റൊരു ശ്രീ PC ജോർജ്, ഈ പ്രതികൾ എന്ന് പറയുന്ന 12ഓളം പേരുണ്ട്. ഇതിൽ 3 പേർ കഴിഞ്ഞ ഡിസംബറിൽ ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന് സിദ്ധാർത്ഥന്റെ അമ്മയുടെ കയ്യിൽ ചോറ് വാങ്ങിച്ച് കഴിച്ച് തിന്നിട്ട് പോയവരാണ് തിരിച്ച് അമ്മയുടെ മകനെ കൊന്നു കളഞ്ഞത്. അത് ഞാൻ കേട്ടത്, അതും കേട്ടു. ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് ഈ കുഞ്ഞിനോട് ഇത്രയും ക്രൂരത കാണിച്ചവരൊക്കെ ആ കുഞ്ഞിന്റെ വീട്ടിൽ പോയി ചോറും കഴിച്ചു എന്താ ഇവന്റെയൊക്കെ മനസ്സേ? അതാ ഞാൻ ചിന്തിച്ചത്. ഇവനൊക്കെ വളർന്നു വരുന്ന ഈ രാഷ്ട്രീയക്കാരനായിട്ട് ഇവന്റെ AVFയുടെ നേതാക്കന്മാരാണ്. ഇവരൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ MLA പഞ്ചായത്ത് പ്രസിഡന്റോ മന്ത്രിയോ ഒക്കെ വരാൻ പോകുന്നു. എങ്ങനെ ഇരിക്കും ഈ രാജ്യം? എങ്ങനെ ഇരിക്കും? ആലോചിച്ചോളൂ. ഇവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ പറ്റുകയില്ല. അതായത് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇതിനോടൊന്നും ക്ഷമിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ PC ജോർജ്.